ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ചന്ദ്രമതി രേവതിയോട് മാത്രം എപ്പോഴും ദേഷ്യം വെറുപ്പ് മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഒരു അവസരത്തിൽ രേവതിക്ക് മനസ്സിലാവാണ് ചന്ദ്രമതിയുടെ ഉള്ളിൽ തന്നോട് ഒത്തിരിയധികം സ്നേഹമുണ്ട് എന്ന സത്യം. അങ്ങനെ രേവതി ചന്ദ്രമതിയുടെ മനസ്സിന്റെ ഉള്ളിൽ തോന്നിയിരിക്കുന്ന ആ ഒരു സ്നേഹമെല്ലാം തന്നെ തിരിച്ചറിയുന്ന ഒരു അടിപൊളി കിടിലൻ എപ്പിസോഡ് റിവ്യൂ ആട്ടോ പറയുന്നത്. അങ്ങനെ രേവതിയുടെ പൂക്കച്ചവടാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പടർന്ന് പന്തലിച്ചിട്ടുണ്ടാവും. അങ്ങനെ കല്യാണ വർക്ക്സൊക്കെ കല്യാണ ഓർഡേഴ്സൊക്കെ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. നല്ല റോയൽ ഡിസൈൻസിലുള്ള 3 സെറ്റൊക്കെ രേവതി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഡിസൈൻ എല്ലാം കാണുന്ന സമയത്തിന് സച്ചി പോലും ആകങ്ങ് ഷോക്കാവുന്നൊരു രേവതിയുടെ അത്രമാത്രം കഴിവൊക്കെ കണ്ടിട്ട് സച്ചി വന്ന് ചോദിക്കുന്നൊരു രേവതി, ശരിക്കും നീ തന്നെയാണോ ഇത് തയ്യാറാക്കിയത്? നല്ല ഭംഗിയുണ്ട്, എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്, നീ ഏതായാലും ഒരു സംഭവം തന്നെ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ വാനോളം പുകഴ്ത്താണ് സച്ചി. ഇതേ സമയത്തായിരിക്കും വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. വർഷ വന്ന് ചോദിക്കുന്നത് സച്ചിയുടെ രേവതി എടുത്തും ഇത് എന്ത് നോക്കി നിൽക്കുക എന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി അത് വർഷക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ദേ കണ്ടില്ലേ വർഷ, ഇതെല്ലാം തന്നെ രേവതി ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ദേ കല്യാണ വർക്ക്സൊക്കെ രേവതി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. വർഷ അതിലേക്ക് നോക്കുന്ന സമയത്തിന് വർഷ അത്ഭുതപ്പെട്ടു പോവാണ്. ആഹാ, ഇത് കൊള്ളാലോ, ഇത് നന്നായിട്ടുണ്ടല്ലോ, പക്ഷേ ഈ വർക്ക് എല്ലാവരും കാണണം, എല്ലാവരും കണ്ടാൽ മാത്രമേ ഇതിന് പബ്ലിസിറ്റി കിട്ടുള്ളൂ എന്നിങ്ങനെ വർഷ പറയുന്ന സമയത്തിന് സച്ചി പറയുന്നുണ്ട്, ആഹാ, എല്ലാവരും കാണണമെങ്കിൽ പിന്നെ ഇത് നടു റോട്ടിൽ കൊണ്ടുപോയി വെക്കണമെന്ന് പറയട്ടെ സച്ചി. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അതെ, റോഡിലൊന്നും കൊണ്ടുപോയി വെക്കണ്ട, റോഡിൽ കൊണ്ടുപോയി വെച്ചാൽ തന്നെ റോഡിലുള്ള ആൾക്കാരല്ലേ കാണുള്ളൂ. രേവതി ചേച്ചിക്ക് നല്ല രീതിയിൽ തന്നെ വർക്കൊക്കെ കിട്ടണമെങ്കിൽ ഇതെല്ലാം തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. വെബ്സൈറ്റിലേക്ക് കുറച്ച് ഫോട്ടോസും ഇതുപോലെ രേവതി ചേച്ചിയുടെ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആവശ്യക്കാരെല്ലാം തന്നെ രേവതി ചേച്ചി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും. അങ്ങനെയായാൽ രേവതി ചേച്ചിക്ക് ഒരുപാടധികം ഓർഡേഴ്സ് കിട്ടുകയും ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൈസ ഉണ്ടാക്കാനും പറ്റും. വർഷയുടെ ഐഡിയ കേൾക്കുന്ന സമയത്തിന് രേവതി ചിരിക്കട്ടോ. ആ സമയത്തിന് സച്ചി ചോദിക്കുന്നുണ്ട്, ആണോ, അങ്ങനെയൊക്കെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ നമുക്ക് കുറേ അധികം ഓർഡേഴ്സ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അതേ സച്ചിയേട്ടാ, വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ഏതായാലും നമുക്ക് ഇഷ്ടം പോലെ ഓർഡേഴ്സൊക്കെ കിട്ടും. ആദ്യം രേവതിയായിട്ട് ചേർത്ത് പിടിച്ച ഒരു ഫോട്ടോ എടുക്കണം. ആദ്യം ചേച്ചി പോയിട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വാ. ഡ്രസ്സ് മാറ്റി വന്നിട്ട് ചേച്ചിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തു തരാമെന്നിങ്ങനെ വർഷ പറയുന്ന സമയത്തിന് രേവതി അതിന് സമ്മതിക്കില്ല. രേവതി പറയുന്നുണ്ട്, വേണ്ട വർഷേ, അതൊന്നും വേണ്ട. പിന്നെ അങ്ങനെ ഫോട്ടോസിൽ എടുക്കാൻ മാത്രം അത്ര നല്ല സാരിയൊന്നും എൻ്റെ അടുത്തില്ല എന്ന് പറയുന്ന സമയത്തിന് വർഷ ചോദിക്കുന്നുണ്ട്, ഓ അതാണോ കാര്യം? ഏതായാലും രേവതി എടുത്തേക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ 3 സാരി വാങ്ങിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ലുക്കിലുള്ള ഫാൻസി സാരിയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് എന്നൊക്കെ പറയട്ടെ വർഷ. അങ്ങനെ വർഷ താൻ കൊണ്ടുവന്ന 3 സാരി രേവതിക്ക് നേരെ നീട്ടിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, രേവതി ചേച്ചി, ഇതിൽ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സാരി ഉടുത്തിട്ട് വായോ എന്ന് പറയുന്ന സമയത്തിന് രേവതി പറയുന്നുണ്ട്, അയ്യോ വർഷേ, അതൊന്നും വേണ്ട, അയ്യോ അതൊന്നും വേണ്ട വർഷേ, അതൊന്നും ശരിയാവില്ല, എന്നെ കൊണ്ടത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ മടി പിടിച്ച് നിൽക്കുമായിരിക്കും. രേവതിക്കാണെങ്കിൽ ഒട്ടും തന്നെ അതിനൊന്നും താല്പര്യമില്ല. അപ്പോൾ രേവതി ഇങ്ങനെ ബലം പിടിക്കുന്നതും കണ്ടുകൊണ്ടതിന് സച്ചി ചോദിക്കുന്നുണ്ട്, അതെ, മര്യാദക്ക് നീ പറഞ്ഞതെന്ന് കേട്ടാൽ മതി, നീ മര്യാദക്ക് ഇത് പോയി മാറ്റിയിട്ട് വാ. അല്ല, നിനക്കെന്താ ഇത്രമാത്രം ദേഷ്യം? വർഷ പറഞ്ഞത് കേട്ടില്ലേ, നീ ഏതായാലും സാരി മാറ്റിയിട്ട് വാ, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. അത് പറയുമ്പോൾ നീ എന്തെങ്കിലും വാശിയോടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് രേവതിക്ക് അങ്ങ് ദേഷ്യം വരട്ടെ. രേവതി ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയേട്ടൻ എന്താ ഇത്രമാത്രം ദേഷ്യപ്പെടുന്നത് എന്നോട്? രേവതി ഏതായാലും പോവില്ല എന്നിങ്ങനെ മടി പിടിച്ച് നിൽക്കുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, വർഷേ നീ ഏതായാലും രേവതിയെ റെഡിയാക്കിയിട്ട് വാ, ഞാൻ ഏതായാലും ഇതൊക്കെ ഇവിടെ നല്ല വൃത്തിക്ക് സെറ്റാക്കി വെച്ചോളാം എന്നൊക്കെ പറയും. അങ്ങനെ സച്ചി നിർബന്ധിച്ചത് കൊണ്ട് തന്നെ വർഷ ഏതായാലും രേവതിയെ കൊണ്ടുപോയിട്ട് നല്ല അടിപൊളിയുള്ള ഒരു സാരി തന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. രേവതിയുടെ മൊത്തത്തിലുള്ള ലുക്ക് തന്നെ ആകങ്ങ് മാറ്റി കൊടുക്കുകയാണ് വർഷ. അങ്ങനെ രേവതിയെ നല്ല മോഡലാക്കി അണിയിച്ചൊരുക്കിക്കൊണ്ട് തന്നെ സച്ചിയുടെ മുന്നിലങ്ങ് കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നാൽ രേവതിയെ ഈ ഒരു ലുക്കിൽ കാണുന്ന സമയത്തിന് സച്ചി ആണെങ്കിൽ ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാതെ ആകങ്ങനെ അന്തം വിട്ടിട്ട് രേവതിയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ കണ്ണുമെ വെട്ടാതെ നോക്കി നിൽക്കും. എന്നിട്ട് സച്ചി ഇങ്ങനെ വർഷയോട് പറഞ്ഞിട്ട്, ഏതായാലും നീ അണിയിച്ചൊരുക്കിയത് അടിപൊളിയായിട്ടുണ്ട് വർഷേ, അപ്പോൾ പൗഡർ ഇട്ടത്തേക്ക് മാത്രമല്ലേ, നിനക്കും നല്ല കഴിവുണ്ട് എന്നൊക്കെ പറയും. നീ നല്ല രീതിയിൽ തന്നെ രേവതിയെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് വർഷയുടെ കഴിവിനെ അഭിനന്ദിക്കുന്നുണ്ട് സച്ചി. അതിനുശേഷം ഇനി ഏതായാലും നീ ഞങ്ങളുടെ 2 പേരെ ഒന്ന് ഫോട്ടോ എടുത്തതാ എന്നൊക്കെ പറഞ്ഞ് വർഷയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാണ് സച്ചി. അങ്ങനെ വർഷ ഏതായാലും സച്ചിയുടെ രേവതിയുടെയും ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. പല പോസിലൊക്കെ നിൽക്കാൻ പറയുന്ന സമയത്തിന് സച്ചിക്കാണെങ്കിൽ അങ്ങനെ കറക്റ്റ് ഫോട്ടോക്ക് പോസ് ചെയ്യാനൊന്നും അറിയില്ല. എന്നിട്ട് സച്ചിയുടെ നൃത്തം കണ്ടു കൊടുത്തിന് വർഷ ഇങ്ങനെ കളിയാക്കി ചോദിക്കുന്നുണ്ട്, ഇതെന്താ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് സച്ചിയേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത്? രേവതി ചേച്ചി നിൽക്കുന്നത് കണ്ടില്ലേ, അതുപോലെ നല്ല സ്റ്റൈലിനായിട്ട് നിൽക്കുന്നൊക്കെ ഇങ്ങനെ വർഷ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആദ്യം അവർ 2 പേരും ഒരുമിച്ചുള്ള കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് അങ്ങനെ സച്ചിയെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു പൂവും ആ ഒരു ഡെക്കറേഷൻ എല്ലാം വെച്ചുകൊണ്ട് തന്നെ രേവതിയെ മാത്രമായിട്ടുള്ള കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് വർഷ. അതിനുശേഷം രേവതി ചെയ്ത വർക്കാണെന്നും ഇങ്ങനെ മിതമായ റേറ്റിൽ ഇതുപോലുള്ള വർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് എന്നൊക്കെ വീഡിയോസിൽ പറയിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രേവതിയെ നിർത്തിക്കൊണ്ട് തന്നെ കുറേ അധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് റാമ്പ് വാക്ക് ചെയ്യണമെന്ന് പറയാണ്.
എന്നാൽ വർഷ പറയുന്നത് കേട്ടിട്ട് രേവതി അതിനൊന്നും തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല എന്നെ കൊണ്ടതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ വാശി പിടിച്ചു നിൽക്കും. രേവതി സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ വർഷ ഇങ്ങനെ രേവതിക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നത് ചേച്ചിയെ കൊണ്ട് എന്തായാലും പറ്റും, ഇത്രയൊക്കെ ചെയ്തു വെച്ച രേവതിയേട്ടത്തേക്ക് ഏതായാലും അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വർഷയും അതുപോലെ തന്നെ സച്ചിൻ നിർബന്ധിച്ചുകൊണ്ട് തന്നെ റാമ്പ് വാക്കും ചെയ്യിപ്പിക്കുന്നുണ്ടോ രേവതിയെ കൊണ്ട്. ഇതൊക്കെ കൂടെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് കൂടുതൽ ഓർഡർ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ സച്ചി രേവതിയെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ വർഷ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ രേവതി ഇങ്ങനെ റാമ്പ് വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകാന്തിനെ കാണുന്ന സമയത്ത് തന്നെ രേവതിക്ക് ആകെ ചമ്മലായിരിക്കും. പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവാൻ നോക്കുകയാണ് രേവതി. അപ്പോഴേക്കും വർഷം ഇങ്ങനെ രേവതിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട് അതിനെന്താ ചേച്ചി ശ്രീകാന്തല്ലേ വരുന്നത്, ശ്രീകാന്ത് കണ്ടു എന്ന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയും. എന്നാൽ രേവതിയെ പെട്ടെന്ന് ആ ഒരു വേഷത്തിൽ കാണുന്ന സമയത്തിന് ശ്രീകാന്ത് ചോദിക്കുന്നത് ഇവിടെ എന്തായി നടക്കുന്നത്. അപ്പോൾ വർഷ പറഞ്ഞു കൊടുക്കുന്നത് ശ്രീകാന്തിന് അതേ രേവതിയേട്ടത്തി പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി മുതൽ കല്യാണ ഓർഡേഴ്സൊക്കെ രേവതിയേട്ടത്തി സ്വീകരിക്കാൻ പോവാണ്. ദേ കണ്ടില്ലേ ഈ 3 വർക്കിന്റെ സെറ്റൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് രേവതിയേട്ടത്തിയാണ്. ഇതുപോലെ സ്റ്റേജ് ഡെക്കറേഷൻസും അങ്ങനെ എല്ലാ വർക്കും രേവതിയേട്ടത്തി ഏറ്റെടുക്കാൻ പോവുക. അതും വളരെ മിതമായ റേറ്റിലാണ് എല്ലാവർക്കും ഈ വർക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ രേവതിയേട്ടത്തിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് തുടങ്ങി കൊടുക്കാൻ പോവുക. വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ വേണം. ഇതിൻ്റെ ഓണർ രേവതിയേട്ടത്തിയല്ലേ, അപ്പോൾ ചേച്ചിയെ വെച്ചുകൊണ്ട് തന്നെ കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചേച്ചിയോട് റാമ്പ് വാക്ക് ചെയ്യാൻ വേണ്ടി പറയായിരുന്നു എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്ന സമയത്തിന് ശ്രീകാന്തിനും ഒത്തിരി സന്തോഷമായിരിക്കും. ശ്രീകാന്ത് പറഞ്ഞത് ആഹാ കൊള്ളാലോ, അല്ലെങ്കിലും രേവതിയേട്ടത്തി അടിപൊളിയാണ്, ചേച്ചിയുടെ കഴിവെല്ലാം തന്നെ ഇനി ലോകം മൊത്തം അറിയട്ടെ. ഏതായാലും ശ്രീകാന്ത് ഇവിടെ നിൽക്കും, ഞാൻ 2-3 ഫോട്ടോസും കൂടി രേവതിയേട്ടത്തിയുടെ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് രേവതിയോടെ നിൽക്കാൻ പറയുന്ന സമയത്തിന് രേവതി അതിന് സമ്മതിക്കുന്നില്ല. ഇനി മതി വർഷേ, ഇത് തന്നെ ധാരാളമാണ്, ഇനി അമ്മ എങ്ങാനും വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതോട് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ മടിച്ചു നിൽക്കുമായിരിക്കും. ഞാൻ ഏതായാലും പെട്ടെന്ന് പോയിട്ട് ഈ സാരിയൊക്കെ മാറ്റിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് രേവതി അവിടെ നിന്നങ്ങ് ഓടുന്ന സമയത്തിന് സച്ചി രേവതി അങ്ങ് പിടിച്ചു നിർത്തിക്കൊടുത്തിന് വർഷയോട് പറഞ്ഞിട്ട് അതെ ഞാൻ തന്നെ ഇവളെ കൊണ്ട് പോസ് ചെയ്യിപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടെ നിർബന്ധിച്ച് ബലമായിട്ട് പിടിച്ചു കൊടുത്തിന് രേവതിയെ കൊണ്ട് വീണ്ടും പല പോസുകളിലൊക്കെ ആയിട്ട് നിർത്തിപ്പിച്ചു കൊടുത്തിട്ട് ഫോട്ടോസ് എടുപ്പിക്കുകയാണ് വർഷയെ കൊണ്ട്. അങ്ങനെ രേവതിയെ കൊണ്ട് നിർബന്ധിച്ച് കുറേ അധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങനെ നിർത്താതെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടോ ഈ ഒരു കാഴ്ചയും കണ്ടുകൊടുത്തിന് ചന്ദ്രമതിയും ശ്രുതിയും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവർ 3 പേര് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് സച്ചി ഒരു പെൺകുട്ടിയുടെ കൂടെ അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ നിൽക്കുന്ന ആ ഒരു കാഴ്ചയായിരിക്കും അവർ കാണുന്നത്. പക്ഷേ അത് രേവതിയാണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നില്ല. ശ്രുതി പറഞ്ഞിരുന്നേ അമ്മേ നമ്മളിവിടെ ഇല്ലാത്ത സമയത്ത് ഇവരെന്തായി ചെയ്യുന്നതെന്ന് വന്ന് നോക്കിയെന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഇത് എന്താ അവിടെ സംഭവിക്കുന്നതെന്നൊന്നും പിടികിട്ടുന്നില്ല. സച്ചി വീണ്ടും ആ ഒരു പെൺകുട്ടിയുമായി അങ്ങനെ കൊഞ്ചി കൊഴിഞ്ഞ് ഫോട്ടോഷൂട്ടെല്ലാം കാണുന്ന സമയത്തിന് ചന്ദ്രക്ക് അങ്ങ് ദേഷ്യം വന്നു കൊണ്ടിന് ചോദിക്കുന്നത് ഇതെന്താ ഇവിടെ നടക്കുന്നത്, ഇത് ശരിക്കും എൻ്റെ വീട് തന്നെയല്ലേ എന്നിങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ട് ചോദിക്കാണ് ചന്ദ്ര. അന്നേരം സച്ചിയാണെങ്കിൽ ഇവർ 3 പേരെ കുറച്ചും കൂടെ വട്ടാക്കാം, ഇവർ 3 പേരെ പറ്റിക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ രേവതിയെ അങ്ങോട്ടേക്ക് തിരിയാൻ പോലും സമ്മതിക്കാതെ വീണ്ടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തിരിച്ചു നിർത്തുകയാണ്. എന്നാൽ രേവതിയാണ് സച്ചിയുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവാതെ ചന്ദ്രമതി വീണ്ടും ചോദിക്കുന്നത് എടാ സച്ചി ഏതാണ് നിന്റെ കൂടെയുള്ള പെണ്ണ്. അപ്പോൾ അവരൊന്ന് കൺഫ്യൂസ് ആക്കിക്കൊണ്ട് തന്നെ സച്ചി പറയുന്നത് അതെ ഞാൻ ഏതായാലും പുതിയൊരു ഷോർട്ട് ഫിലിം പിടിക്കാൻ പോവുകയാണ്, അപ്പോൾ അതിൽ അഭിനയിക്കുന്ന നായികയുമായിട്ട് എനിക്ക് കുറച്ച് ഷോർട്സ് ഒക്കെ എടുക്കാനുണ്ട്, അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇന്റിമേറ്റ് ഷോർട്സ് ഒക്കെ എടുക്കുമായിരുന്നു എന്ന് പറയും. സച്ചിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വർഷയും ശ്രീകാന്തും അവിടെ നിന്ന് മാറി നിന്ന് ചിരിക്കുകയാണ്. എന്നാൽ സച്ചിയുടെ ഈ ഒരു ലീലാവിലാസങ്ങളെല്ലാം തന്നെ രേവതിക്ക് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അല്ല രേവതി എവിടെയെന്ന് ചോദിക്കുന്ന സമയത്തിന് രേവതി ഞാൻ ഇവിടെ ഉണ്ട് എന്നിങ്ങനെ പറയാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും സച്ചി പെട്ടെന്ന് തന്നെ വന്നിട്ട് രേവതിയുടെ വാ അങ്ങ് പൊത്തിപ്പിടിക്കും. ചന്ദ്രമതിക്കാണെങ്കിൽ സച്ചിയുടെ ഈ ഒരു ലീലാവിലാസങ്ങളെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഭയങ്കര അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് സച്ചിയോട് പറഞ്ഞിട്ട് എടാ നീ ഇത്ര കാലം കള്ളു കുടിക്കുമെന്ന് മാത്രമേ എനിക്കറിയാമായിരുന്നുള്ളൂ, എന്നാൽ നീ ഒരു പെണ്ണ് പിടിയനാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇപ്പതാ ഷൂട്ടിങ്ങിന്റെ പേരും പറഞ്ഞ് ഏതൊക്കെ പെൺകുട്ടികളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാനും തുടങ്ങി. എടീ രേവതി നീ ഇത് കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചന്ദ്രമതി ഇങ്ങനെ വിളിച്ചാർക്കാണ്. എന്നാൽ സച്ചിയാണെങ്കിൽ രേവതിയെ വിടാതെ വീണ്ടും റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നത് കണ്ടിട്ട് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരട്ടെ. ശ്രുതി ചോദിക്കുന്നുണ്ട് എടാ ഒന്നുകില്ലേ നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് നിനക്കൊരു ഭാര്യ രേവതിയുള്ള സമയത്ത് നീ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചു കൊടുത്ത് ശ്രുതിയും ദേഷ്യപ്പെടും. ചന്ദ്രമതിയും പറഞ്ഞിട്ട് സച്ചി നീ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ, നിന്റെ കല്യാണം കഴിഞ്ഞതാന്നുള്ള ബോധമെങ്കിലും നിനക്ക് വേണം. രേവതി എങ്ങാനും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ള കാര്യം നീ മനസ്സിലാക്കിയിട്ടുണ്ടോ, അവൾ എങ്ങാനും ഈ കാര്യം അറിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ നിന്നെ എവിടെ നിന്നും അടിച്ചിറക്കും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും രേവതി എങ്ങനെ നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതി. എന്നാൽ രേവതിയെ കുറിച്ച് ഓർത്തുകൊണ്ട് തന്നെ ചന്ദ്രമതിയുടെ ഈ ഒരു ഉത്കണ്ഠയെല്ലാം കാണുന്ന സമയത്തിന് രേവതിക്ക് വല്ലാത്ത സന്തോഷം തോന്നും. ഇനിയും അമ്മയെ പറ്റിക്കാൻ തനിക്കാവില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ രേവതി അങ്ങോട്ടേക്ക് ചന്ദ്രമതിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കും. അങ്കലാപ്പോട് കൂടിയുള്ള ചന്ദ്രമതിയുടെ മുഖം കാണുന്ന സമയത്തിന് രേവതിക്ക് അങ്ങ് സങ്കടം വരികയാണ്. എന്നിട്ട് രേവതി അമ്മയെന്ന് വിളിക്കും.
അമ്മേ, ഞാൻ ഇനി മുതൽ കല്യാണത്തിന്റെ ഓർഡേഴ്സൊക്കെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരുങ്ങിയത് കേട്ടോ. എന്നാൽ രേവതിയുടെ സൗണ്ട് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതി പറയുന്നുണ്ട്, ഹോ, നീയായിരുന്നോ സച്ചിയുടെ കൂടെയുള്ള പെണ്ണ്? ഞാൻ വല്ലാതെ അവനെ അങ്ങ് തെറ്റിദ്ധരിച്ചു, ഞാൻ അങ്ങ് പേടിച്ചു പോയി എന്നൊക്കെ പറയും. ചന്ദ്രയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് രേവതി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്നാലും എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്. അതേതായാലും ഇപ്പൊ എനിക്ക് മനസ്സിലായി. എനിക്ക് ഒരുപാടധികം സന്തോഷമായി അമ്മേ. ഇപ്പോഴെങ്കിലും എന്നെ ഈ വീട്ടിലൊരു അംഗമായിട്ട് അമ്മ കണ്ടല്ലോ. അതുകൊണ്ടല്ലേ സച്ചിയേട്ടൻ്റെ കൂടെ മറ്റൊരു പെണ്ണിനെ കണ്ടപ്പോഴേക്കും അമ്മ ഇത്രമാത്രം വിഷമിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്രക്ക് ദേഷ്യവരുടെ ചന്ദ്രൻ പറഞ്ഞിട്ട്, ഓ, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ ഈ വീട്ടിൽ മാത്രമല്ലേ സ്ഥലം കണ്ടുള്ളൂ. നിനക്ക് ഫോട്ടോ എടുക്കാനായിരുന്നെങ്കിൽ പുറത്ത് മറ്റെവിടേക്കെങ്കിലും പോയിക്കൂടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ബാഗും എടുത്ത് അവിടെ നിന്നങ്ങ് റൂമിലേക്ക് പോവട്ടെ ചന്ദ്രമതി അവിടെ നിന്നങ്ങ് പോയതോടുകൂടി തന്നെ രേവതി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ സച്ചിയോട് പറഞ്ഞിട്ട്, സച്ചിയേട്ടാ, എനിക്ക് ഇന്നൊരു കാര്യം മനസ്സിലായി. നിങ്ങളുടെ അമ്മയ്ക്ക് എന്നോട് ഒത്തിരിയധികം സ്നേഹമുണ്ട്. അമ്മയുടെ മനസ്സിൽ എന്നോട് ഒത്തിരിയധികം സ്നേഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കില്ലല്ലോ. നിങ്ങൾ വേറൊരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കയറ്റിയെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് അമ്മ ഇത്രമാത്രം ബഹളം വെച്ചത്. ഇനി അമ്മ എന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് സ്നേഹമുണ്ട് എന്ന കാര്യം എനിക്ക് മനസ്സിലായി. അത് മാത്രം മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞ് രേവതി ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഇതെല്ലാം തന്നെ ശ്രുതി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ചന്ദ്രമതി ഇപ്പൊ പഴയതുപോലെയൊന്നുമല്ല, ചെറുതായിട്ടൊക്കെ ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നിങ്ങനെ ചിന്തിക്കുന്ന സമയത്തിന് ശ്രുതിയുടെ മനസ്സിൽ ചെറിയൊരു അസൂയയും കുശുമ്പൊക്കെ തോന്നിപ്പോവാണ്. എന്നിട്ട് ശ്രുതിയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ശ്രുതി പറഞ്ഞിട്ട്, ശ്രുതി, നിനക്ക് തോന്നിയോ ഇപ്പോൾ ആന്റിക്കാ രേവതിയോട് കുറച്ചെങ്കിലും സ്നേഹം തോന്നി തുടങ്ങിയെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പൊ ശ്രുതി പറഞ്ഞിട്ട്, ശ്രുതി, നീ ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അതൊക്കെ വെറും നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സച്ചിൻ ശ്രീകാന്തൊക്കെ ഉള്ളൂ. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടായതുകൊണ്ട് തന്നെ പിന്നെ മരുമക്കളിലാണെങ്കിലും അമ്മ ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്നേഹിക്കുന്നത് നിന്നെയാണ്. വർഷയുടെ കയ്യിൽ പൂത്ത പണം ഉള്ളത് കൊണ്ട് മാത്രമാണ് അമ്മ കുറച്ചെങ്കിലും സ്നേഹം വർഷയോട് കാണിക്കുന്നത്. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അമ്മ ഇപ്പൊ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മൾ രണ്ടുപേരെയും മാത്രമാണ്. അതിനി എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും മാറാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ശ്രുതിയുടെ മനസ്സിലുള്ള വിഷമമെല്ലാം മാറ്റി കൊടുക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നും ഇതേപോലെ തന്നെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസും ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.